വിനോദ്, ഈ ക്ഷേമ പെൻഷൻ വിതരണം വലിയ തിരിച്ചടിയായി, വിതരണം മുടങ്ങിയത് അത് വലിയ രീതിയിൽ ചർച്ചയായതുമാണ് ഈ വിഷയം. ഈ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങുന്നത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കുമല്ലോ. അടിയന്തര പ്രമേയ നോട്ടീസായാണ് വിഷയം കൊണ്ടുവരുന്നതെന്ന് അറിയുന്നു. പ്രതിപക്ഷം ഇത് ഏത് രീതിയിലായിരിക്കും വലിയൊരു ആയുധമാക്കുക? അത് സഭയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ, ഇത്രയും നാൾ പുറത്തായിരുന്നു, സഭയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചായിരിക്കും അവർ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരിക? ഇന്ന് പ്രധാനമായും ഈ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതുമായ വിഷയം തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഈ നാളികേരം പിറക്കുന്നതിനിടെ ഒരാൾ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്ന ഈ ബോംബ് നിർമ്മാണം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയമെന്ന CPM-നെതിരെ എല്ലാ കാലത്തും കോൺഗ്രസ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ UDF ഉന്നയിക്കുന്ന ആരോപണം അത് സഭയിൽ വരാനുള്ള സാധ്യത. മാത്യു കുഴൽനാടന്റെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഈ നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ തരത്തിൽ വിവിധ വിഷയങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നതിൽ ഒന്ന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ്, ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ പലയിടങ്ങളിലും എന്നതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ചില ഷോപ്പുകളിലെല്ലാം എല്ലാ സാധനങ്ങളും എത്തിയെങ്കിലും പിന്നീട് ഈ അവശ്യ സാധനങ്ങൾ എത്തുന്നില്ല എന്നത് തന്നെയാണ് സാഹചര്യം. ഇത് ആരോപണമായി കൊണ്ടുവരും. പൊതുജനങ്ങളെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യവസ്തുക്കൾ ഒരു ജനതയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആഹാര സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്നതാണ്. പക്ഷെ അതിന് കുറെ കാലമായി മാറ്റമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇത് CPI ഉന്നയിക്കുന്ന വിഷയമാണ്, CPIയുടെ വകുപ്പാണ്. GRL തന്നെ മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ ഫണ്ടിന് വേണ്ടി, തുകയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ പലകുറി ഉന്നയിച്ചിട്ടുള്ളതാണ്. ധനവകുപ്പ് കൃത്യമായി പണം നൽകുന്നില്ല എന്നുള്ള പരാതികൾ ഉണ്ടായിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി കൃത്യമായി ഇടപെടുന്നില്ല എന്ന ആരോപണം. ഏതായിരുന്നാലും ഈ സപ്ലൈകോയിൽ ഭക്ഷ്യ വസ്തുക്കൾ ഇല്ലാത്ത പ്രശ്നം അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഈ വില ഒരല്പം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന തീരുമാനമുണ്ടാകുകയും അങ്ങനെ ചില വർധനകൾ വരുത്തുകയും ചെയ്തു. എന്നിട്ടും ഈ ഷോപ്പുകളിൽ കൃത്യമായി എല്ലാ ഭക്ഷ്യവസ്തുക്കളും എത്തുന്നില്ല എന്ന ആരോപണം അത് ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പമാണ് ഈ ക്ഷേമ പെൻഷൻ പോലുള്ള വിഷയങ്ങൾ, കുടിശ്ശിക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആയുധമാക്കി മാറ്റാൻ ഇടയുള്ള വിഷയങ്ങൾ. അശ്വതി, ശരി, അപ്പൊ എന്തായാലും സഭയിലേക്ക് ഇന്ന് ആ വിഷയം വരും എന്നുള്ളതാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ്,